ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാഹിസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. എങ്ങനെ നമുക്ക് ഡോണറ്റ്സ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ കാണുന്ന ബെൽ ബട്ടനും കൂടി ഒന്ന് അമർത്തിയേക്കണം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഇളം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പോളം മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂണോളം പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അത് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഈസ്റ്റ് ഒഴിച്ചിട്ടുണ്ട് പോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി പാല് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനി ഒരു 30 മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനു മുമ്പ് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു നനഞ്ഞ കോട്ടൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 30 മിനിറ്റിന് ശേഷം ഇത് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് നോൺ സ്റ്റിക്കി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ നമുക്ക് പരത്തിയെടുക്കണം. ഈ കനത്തിൽ ഇവിടെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു ഗ്ലാസോ അല്ലെങ്കിൽ ഒരു കുപ്പിയുടെ മൂടിയോ വെച്ചിട്ട് ഇത് നന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു കുപ്പിയുടെ മൂടി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ റൗണ്ട് ഷേപ്പ്, ഉള്ളിലുള്ള ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു ഫ്രൈയിങ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഓരോ ഡോണറ്റ്സ് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് ഓരോന്നും പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇതിനി ഒരു ലൈറ്റ് ബ്രൗൺ ആവുമ്പോൾ നമുക്ക് ഇതിന്ന് കോരിയെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇനി പൊരിച്ചെടുക്കാം. എല്ലാം ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഇനി ഓരോന്നും ചോക്ലേറ്റ് സിറപ്പിലും വൈറ്റ് സിറപ്പിലും ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഡോണറ്റ്സിൻ്റെ ഹാഫ് പോർഷൻ ഇതിൽ നമുക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം.
വൈറ്റ് സിറപ്പിൽ ഞാനിവിടെ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഓരോന്നും ഇതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ എല്ലാം ഇവിടെ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഇഷ്ടമുള്ള മോഡലിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഡോണറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സും എന്നെ അറിയിക്കണം. നിങ്ങളുടെ റിലേറ്റീവ്സിലേക്കും ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.